ആരെയും ഞാൻ വെറുതെ വിടില്ല. മാം, രുദ്രൻ എന്തിനിവിടെ കയറിയെന്നല്ലേ മാമിന് അറിയേണ്ടത്. അത് ഞങ്ങൾ പറഞ്ഞുതരാം. ഇവരാരെന്നൊരു പ്രതിയെ ഇവിടെ ഒളിപ്പിച്ചിരിക്കുന്നു അറിഞ്ഞിട്ടാ രുദ്രൻ ഇവിടെ കയറിയത്. അന്ന് ഇവിടെ കയറാനുള്ള വന്നത് ഈ കാര്യത്തിനായിരുന്നല്ലോ. അങ്ങനെ ഒരുത്തൻ ഇവിടെ ഇല്ലാന്ന് തെളിയിക്കേണ്ടതേ മാമിന്റെ ഉത്തരവാദിത്വം. അതിന് പകരം എന്താണ് നടന്നതെന്ന് അറിയാൻ ഓടിയെത്തിയ ഞങ്ങളെ പ്രതിയാക്കുകയല്ല വേണ്ടത്. ഇതൊരു നാണക്കേടായിരിക്കുക. പറയാൻ പലർക്കും പല ന്യായങ്ങൾ. ഈ സംഭവത്തെ ഞാൻ അവഗണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതിൽ ഇവിടെ ആർക്കെങ്കിലും പങ്കുണ്ടെങ്കിൽ അത് തെളിയിക്കുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് പോവാം. മാഡം, ഞാൻ പറഞ്ഞത് മാഡം ഗൗരവമായി എടുക്കണം. മന്ദാകിനി പറഞ്ഞതെല്ലാം ഞാൻ ഗൗരവമായി എടുത്തിരുന്നെങ്കിൽ എനിക്ക് വട്ടായി പോയനെ. മാഡം, ഞാൻ ദയവ് ചെയ്ത് ഇപ്പൊ ഒന്ന് സംസാരിക്കരുത്. എന്താടി നീയൊക്കെ സംശയത്തിന്റെ ആനുകൂല്യത്തിൽ രക്ഷപ്പെട്ടു. അതേ സംശയത്തിന്റെ ആനുകൂല്യത്തിലല്ലേ നിങ്ങൾ രക്ഷപ്പെട്ടത്? എടി, ആരവനെ നിങ്ങൾക്കൊപ്പം ഞങ്ങൾ കണ്ടത്. അതിനെപ്പറ്റി നിങ്ങൾ പറഞ്ഞൊന്നും ഞങ്ങൾ മറന്നിട്ടില്ല. ഇതിനകത്ത് നിങ്ങൾ ആരവനെ കയറ്റിയിട്ടുണ്ടെങ്കിൽ അവനും നിങ്ങളും എല്ലാവരും കുടുങ്ങിയിരിക്കും. പാടി. എന്തുപറ്റി? റീന മാം നിങ്ങളെല്ലാം നല്ല വഴക്ക് പറഞ്ഞ പോലെ തോന്നല്ലോ. വഴക്ക് പറഞ്ഞാലും മാമിനെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. അതുപോലൊരു സംഭവമല്ലേ ഇന്നലെ ഇവിടെ നടന്നത്. അവരകത്തേറ്റിയത് അലീനൻ ടീമാണെന്ന് പറഞ്ഞാണല്ലോ. ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ല. നീ ഞങ്ങൾക്കൊപ്പം ഉണ്ടെന്ന് അലീനയ്ക്കും ഫ്രണ്ട്സിനും എല്ലാവർക്കും നല്ല സംശയമുണ്ട്. സംശയമല്ല, അത് അവർ ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും പ്രശ്നമായില്ലേ? പ്രശ്നങ്ങളുണ്ട്. ഒരിടത്ത് പോലീസിന്റെ ലുക്കൌട്ട് നോട്ടീസ് ഇവിടെ നീ ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് രുദ്രൻ ഒളിച്ചു കയറിയിരിക്കുന്നു. ഇവന് എല്ലാരും കൂടി പിടികൂടി അടങ്ങുന്നുള്ള വാശിയിലാണല്ലോ. അതിനെ ഇപ്പൊ എല്ലാരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനിവിടെ ഉള്ളത് നിങ്ങൾക്ക് മനസ്സമാധാനക്കേടായില്ലേ? പഴയതുപോലെ അല്ലടാ കാര്യങ്ങള്. വളരെ സൂക്ഷിച്ചു വേണം നീ ഇനി പുറത്തിറങ്ങി നടക്കാൻ. പിടിക്കപ്പെട്ട അറിയാലോ, ഞങ്ങൾ എല്ലാവരും കുഴപ്പത്തിലാവും. ഞങ്ങൾ കോളേജിൽ പോയിട്ട് വരുന്നത് വരെ നീ ഇവിടുന്ന് പുറത്തിറങ്ങരുത്. പറഞ്ഞു മനസ്സിലായല്ലോ, എപ്പോഴത്തെ പോലെ മുങ്ങരുത്. ആരവേ, ഇത് തമാശയല്ലടാ, വളരെ സീരിയസ് ആയിട്ടാ ഞങ്ങൾ പറയുന്നേ. നിന്നെ പിടികൂടാൻ ഇവിടുന്ന് എല്ലാരും വല മുറുക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ ഈ സ്ഥലം എനിക്ക് പ്രശ്നമായിരിക്കുകയാണോ? അങ്ങനെയാണെങ്കിൽ ഞാനിനി എവിടെ പോയി വിളിച്ച് താമസിക്കും? ഇപ്പൊ ഈ ഒരു സ്ഥലം അല്ലാതെ നിനക്ക് ഒളിച്ചിരിക്കാൻ വേറെ സ്ഥലമൊന്നുമില്ലല്ലോ. എല്ലാരും കോളേജിൽ പോയി റെഡിയാവും.
മനു നിനക്കെന്ത് പറ്റി? നീ കോളേജിൽ വരുന്നില്ലേ? അല്ല എനിക്ക് വല്ലാത്ത തലവേദന കാലത്ത് എഴുന്നേറ്റപ്പോ മുതലുണ്ട്. നിനക്ക് എന്ത് പറ്റടാ? പനിയാണോ? അല്ല